ഹായ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഒരു വചനം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സങ്കീർത്തനം 23. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം വരുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അവിടുത്തെ ചെങ്കോലും വടിയും എനിക്ക് ആശ്വാസം നൽകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവെ, അങ്ങയുടെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവിനെ തേടുന്നവർക്ക് കർത്താവ് എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു എന്ന് പറയുന്നത് കർത്താവ് നമുക്ക് വേണ്ടതിലധികം എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു, തരാൻ പോകുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ കർത്താവിനെ തേടുക, ദൈവത്തെ തേടുക, ദൈവത്തിന് മുൻഗണന നൽകി ജീവിതത്തിൽ മുന്നേറുക. എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവത്തിനെ സ്നേഹിക്കുക. അത് മാത്രം മതി. നമ്മളെ തേടി എല്ലാം നമ്മുടെ പിറകെ വരും. നമ്മളൊന്നിനെയും തേടിപ്പോണ്ട, എല്ലാം നമ്മളെ തേടി വരും. എല്ലാവർക്കും ഒരു അനുഗ്രഹീത ദിവസം ആശംസിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അമേസിങ്.